ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം ഉന്നയിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിപക്ഷം ബഹളം വെച്ചതോടെ സഭ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. ബഹളം തുടർന്നതോടെ സഭ ഇന്നത്തേക്ക് പിരിയുകയും ചെയ്തു. CBI അന്വേഷണവും ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം പ്രസിഡന്റിന്റെയും രാജിയുമാണ് പ്രതിപക്ഷ ആവശ്യം. സഭയിൽ ചർച്ച ഭയന്ന് പ്രതിപക്ഷം പിന്തിരിഞ്ഞോടുകയാണെന്ന് ഭരണപക്ഷം പരിഹസിച്ചു. പതിവിൽ നിന്ന് വ്യത്യസ്തമായ തന്ത്രമാണ് നിയമസഭയിൽ പ്രതിപക്ഷം ഇന്ന് സ്വീകരിച്ചത്. അടിയന്തര പ്രമേയ നോട്ടീസ് ഒഴിവാക്കി ചോദ്യോത്തര വേളയിൽ തന്നെ പ്രതിഷേധം. അയ്യപ്പന്റെ സ്വർണം കട്ടവർ അമ്പലം വിഴുങ്ങികൾ എന്നെഴുതിയ ബാനർ സ്പീക്കറെ മറച്ച് ഡയസിന് മുന്നിൽ ഉയർത്തി. ശബരിമലയിൽ കിലോ കണക്കിന് സ്വർണം കവർന്നെടുത്തിരിക്കുക. ഈ വിഷയം ഈ സഭയിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടും ഈ സഭയിൽ ഇത് അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല. സർ, അതുകൊണ്ട് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം. ചോദ്യോത്തരവേള തുടരാൻ സ്പീക്കർ നിർദ്ദേശിച്ചെങ്കിലും പ്രതിപക്ഷ ബഹളത്തിൽ മുങ്ങി. മന്ത്രിമാർ ഉൾപ്പെടെ ഭരണപക്ഷവും മുദ്രാവാക്യം വിളിച്ചതോടെ സഭ താത്കാലികമായി നിർത്തിവെച്ചു. ചോദ്യോത്തരവേളയുടെ അവശേഷിക്കുന്ന ഭാഗം റദ്ദ് ചെയ്യുന്നു. സഭാ നടപടികൾ അല്പസമയത്തേക്ക് നിർത്തിവെക്കുന്നു. ചോദ്യോത്തരവേള ഒഴിവാക്കി 10 മണിക്ക് സഭ വീണ്ടും ചേർന്നെങ്കിലും പ്രതിപക്ഷം പിന്തിരിഞ്ഞില്ല. ഇതോടെ ഭരണപക്ഷത്തു നിന്ന് മന്ത്രിമാരുടെ പരിഹാസവും വിമർശനവും. നോട്ടീസ് പോലും നൽകാതെ ഈ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നത്, അതും ചരിത്രത്തിൽ അത്യപൂർവമായ തരത്തിൽ ചോദ്യോത്തരവേള തന്നെ തടസ്സപ്പെടുത്തുന്നത് ഈ പ്രതിപക്ഷത്തിന്റെ ഭീരുത്വത്തെയാണ് സർ കാണിക്കുന്നത്. സാർ, അങ്ങേ കണ്ടൂടാ സാർ, ഇത് വായിക്കാൻ തന്നെ അങ്ങേ കണ്ടൂടാ. ഒന്ന് അദ്ദേഹം കണ്ടോട്ടെ പ്ലീസ്. അങ്ങൊന്ന് എണീറ്റ് നിൽക്കേ, അങ്ങൊന്ന് എണീറ്റ് നിൽക്കട്ടെ, അങ്ങനെ മുഖം കാണട്ടെ. വായിച്ചോ? എങ്ങനെയാണ് സമരം ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. എങ്ങനെയാണെന്ന് സാറേ, പ്രതിപക്ഷം എന്തിനാണ് പ്രതിഷേധിക്കുന്നത് എന്നായിരുന്നു സ്പീക്കറുടെ ചോദ്യം. എന്ത് ഗ്രൗണ്ടിലാണ് ഡിസ്റപ്റ്റ് ചെയ്യുന്നത്? അത് പറ. ഡിസ്റപ്റ്റ് ചെയ്യുന്ന ഗ്രൗണ്ട് എന്താ? നിങ്ങൾ എഴുതി തന്നോ? നിങ്ങൾ എഴുതി തന്ന നോട്ടീസ് നൽകിയോ? ഒരു നോട്ടീസ് നൽകിയിട്ടില്ല. നോട്ടീസ് നൽക്. പ്രതിഷേധത്തിൽ നിന്ന് 1 ഇഞ്ച് പ്രതിപക്ഷം പിന്മാറാതിരുന്നതോടെ മറ്റു നടപടികൾ വേഗത്തിലാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.